ഈശ്വരായ ഏറ്റവും സ്നേഹമുള്ള ജനറാളച്ച ഡോൺ ബോസ്കോ MSS സഭ ഇവയെല്ലാം പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, ഈ അപ്പച്ചൻ ദൈവം സ്നേഹിച്ച ഒരു വലിയ വ്യക്തിയാണ്. ചെറുമയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇങ്ങനെയാണ് ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്. ദൈവം ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഒരു വൈദികനെയോ ഒരു സിസ്റ്ററിനെയോ ഒരു സമർപ്പിതയോ അല്ല, മറിച്ച് മാതാപിതാക്കളെയാണ്, അവരുടെ ഉദരമാണ്, അവരുടെ ദാമ്പത്യമാണ്. അങ്ങനെ വൈദികരെയും വിശ്വസ്തരായ മക്കളെയും 10 മക്കളെ നൽകാൻ ദൈവം വിശ്വസിച്ച് തിരഞ്ഞെടുത്ത ഒരു വലിയ വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിലാണ് നാം പങ്കെടുക്കുന്നത്. ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ഈ അപ്പച്ചന്റെ മക്കളായി ജനിക്കാൻ സാധിച്ചത് ഞങ്ങൾ 10 പേര് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഈ അപ്പന്റെ അമ്മയുടെ മക്കളായി ജനിക്കാൻ ഞങ്ങൾ ഇടവരുത്തി എന്നത് വലിയ ഭാഗ്യമായി അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. വചനം ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം. പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്: എന്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഈ 3 കാര്യങ്ങൾ ഈ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഇതിന്റെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയൽപക്കത്തെ കുടുംബങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ അപ്പച്ചന് അയൽക്കാരോടുള്ള സ്നേഹബന്ധം എത്രയോ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. ഈ 23-ാം തീയതി ഈ വർഷം അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും 70-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഇടവരുത്തി എന്നത് തന്നെ ഈ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കുടുംബജീവിതം ലോകത്തിന് മുഴുവൻ മാതൃകയാണ് എന്നതിന് സാക്ഷ്യമാണ്. ഇന്ന് ഈ അപ്പച്ചൻ മരിച്ച ഒരു വ്യക്തി എനിക്കൊരു ദൈവവചനം അയച്ചു തന്നു. ഈ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 26-ാം വാക്യമാണ്. ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന ഒരു ചെറിയ വചനമാണ്. പക്ഷെ ഇതിന്റെ ശക്തി അപ്പച്ചന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. സുഭാഷിതം 14:26. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. എന്റെ അപ്പച്ചനോടുള്ള സ്നേഹത്തെ പറ്റി ഞാൻ തിരിച്ചു വന്നതാണ്. അപ്പച്ചനെ സഹായിക്കണം എന്നോട് ചിന്തയാണ്. മകനെ, എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല, നീ പോയി ദൈവ വേല ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, എന്റെ അപ്പച്ചൻ ഞാനൊരു മകനായിട്ട് ഒരിക്കൽ പോലും എന്നോട് ഒരാവശ്യവും അപ്പൻ ചോദിച്ചിട്ടില്ല. ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല. മരുന്ന് പോലും വാങ്ങണമെന്ന് അപ്പൻ പറഞ്ഞിട്ടില്ല. ഈ അപ്പന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കൊച്ചുമാത്യച്ഛൻ പറഞ്ഞു, റോംഷാടച്ഛനും ജനറാളച്ചന്മാരൊക്കെ സൂചിപ്പിച്ചു, ഞാൻ ആഫ്രിക്കയിൽ ഒരു മിഷണറി ആയതിന്റെ കാരണം ഈ വലിയ മനുഷ്യനാണ്, ഈ അപ്പച്ചനാണ്. ഇതുപോലുള്ള അപ്പച്ചന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വൈദികനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ വിശ്വപ്രദേശവും എല്ലാം ശക്തിയോടെ വചനം പ്രഭാഷണം ചെയ്യാൻ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പച്ചൻ അമ്മച്ചിയോട് പറയുമായിരുന്നു, ആരും അറിയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം എന്നെ വിളിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഈ അപ്പച്ചൻ 12-ാം തീയതി വികാരിയച്ഛനിൽ നിന്ന് അന്ത്യകൂദാശ സ്വീകരിച്ചു. ദുഃഖ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട അഭിവന്യ മടത്തിക്കണ്ടം പിതാവ് ഭവനത്തിൽ വന്ന് അപ്പച്ചനെ അനുഗ്രഹിച്ചു.
വെള്ളിയാഴ്ച വചനം ഇങ്ങനെയാണ്: എന്തെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും നിഷേധിക്കുക. ഈ അപ്പൻ സ്വർഗത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ദുഃഖം എടുത്തു മാറ്റാൻ ഒരു ശാസ്ത്രത്തിനും സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വൃക്ഷം ഫലത്തിൽ നിന്ന് അറിയപ്പെടുന്നു. ഈ അപ്പച്ചൻ്റെ മക്കളായി ജനിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ദൈവം തന്നു. പക്ഷെ വളരെ ചെറിയൊരു മനുഷ്യനായിട്ടാണ് ഈ അപ്പച്ചൻ ജീവിച്ചത്. ഒരിക്കലും ആരോടും അയൽപക്കക്കാരുമായി അപ്പച്ചൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. ബന്ധുമിത്രാദികളുമായി എപ്പോഴും ആഴമായ സ്നേഹവും ഐക്യവുമാണ്. അപ്പച്ചനെ ഇവിടെ കാണാൻ എപ്പോഴും ബന്ധുമിത്രാദികൾ വരുമായിരുന്നു. അത് അപ്പച്ചനൊരു ആനന്ദമായിരുന്നു. ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ അപ്പച്ചൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചനിലൂടെ അനേകം കൃപകൾ, വരദാനങ്ങൾ ലഭിക്കാൻ വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം.